നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2025 ജനുവരി മാസം 23-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ്. മലയാള രീതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മകരമാസം 10-ാം തീയതിയാണ്. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ മാഘമാസം 3-ാം തീയതിയാണ്. വ്യാഴാഴ്ച ദിവസം സൂര്യൻ ഉദിക്കുന്ന സമയം തിരുവനന്തപുരം ഉദയസമയപ്രകാരം 6:46 അതുപോലെ തന്നെ അസ്തമയ സമയം തിരുവനന്തപുരം സമയമാണ് പറയുന്നത് 6:21 അപ്പോൾ ഈ സമയമല്ലായിരിക്കും കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് അങ്ങോട്ടൊക്കെ ഉള്ളത്. അതിന് മാറ്റം വരും. 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെയൊക്കെയുള്ള സമയ വ്യത്യാസം വരും. ഈ വ്യാഴാഴ്ച ദിവസത്തെ തിഥി നവമി തിഥിയാണ്. ഉദയാൽപരം തിഥി നവമി തിഥിയാണ്. നവമി തിഥി വ്യാഴാഴ്ച വൈകുന്നേരം 5:31 വരെ ഉണ്ടായിരിക്കും. ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ജ്യോതിഷപരമായിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അത് വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച തുടങ്ങുന്ന സമയം, അതായത് വ്യാഴാഴ്ച തുടങ്ങുക എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച അർദ്ധരാത്രി 12 മണിക്കാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ 12 മണി കഴിഞ്ഞുള്ള 2 മണി ഈ 36 മിനിറ്റ് 2 മണി 36 മിനിറ്റ് AM എന്ന് നമ്മൾ പറയുമല്ലേ. അപ്പോൾ ഈ 2 മണി 36 മിനിറ്റിനാണ് ഈ വിശാഖ നക്ഷത്രം ആരംഭിക്കുന്നത്. വിശാഖ നക്ഷത്രം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ 5:10 ഈ വിശാഖ നക്ഷത്രത്തിന് ജ്യോതിഷപരമായ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. വിശാഖ നക്ഷത്രത്തിന് 4 പാദമാണല്ലോ. എല്ലാ നക്ഷത്രത്തിനും 4 പാദമാണ്. അപ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ 3 പാദങ്ങൾ തുലാക്കുറിലും അവസാനത്തെ ഒരു പാദം വൃശ്ചികക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അത് 12 കൂറുകളിൽ 27 നക്ഷത്രം ഒതുങ്ങണമല്ലോ, അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു ക്രമീകരണം വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വിശാഖ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികളോട് ഒരു ചോദ്യം സാധാരണ ചോദിക്കാറുണ്ട്. വിശാഖം മുക്കാലാണോ വിശാഖം കാലാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അതിനൊരു ഉത്തരം കൊടുക്കണമല്ലോ. അപ്പോൾ അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് വിശാഖം മുക്കാലിൻ്റെ സമയം പറഞ്ഞു തരാം. വ്യാഴാഴ്ച 2:36 AM മുതൽ 2:36 AM മുതൽ വ്യാഴാഴ്ച രാത്രി 8:36 വരെ. 8:36 എന്ന് പറഞ്ഞാൽ 8:36 എന്ന് പറഞ്ഞാൽ 8:36 PM എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം രാത്രി എന്ന് പറഞ്ഞു, പിന്നെ PM പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ രാത്രി 8:36 വരെ ജനിക്കുന്ന കുട്ടികളാണ് വിശാഖ മുക്കാൽ നക്ഷത്ര ജാതകർ. തുലാക്കുറിൽപ്പെട്ട വിശാഖ മുക്കാൽ നക്ഷത്ര ജാതകർ എന്നുള്ളത് മനസ്സിലാക്കുക. വ്യാഴാഴ്ച രാത്രി 8:36 മുതൽ ജനിക്കുന്ന കുട്ടികൾ നക്ഷത്രം തീരുന്ന സമയമായ വെള്ളിയാഴ്ച പുലർച്ചെ 5:10 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ വിശാഖം കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി വിശാഖ നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. വിശാഖ നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ചതയം, പുരുട്ടാതി, അത്തം, പൂരം, പുണർദം, പൂയം, ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരും. ചതയം, പുരുട്ടാതി, അത്തം, പൂരം, പുണർദം, പൂയം, ചോതി ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വിശാഖ നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഉത്രം, ചിത്തിര, മകം എന്നീ നാളുകാർക്ക് വിശാഖ നക്ഷത്രം പ്രതികൂലമായൊരു നക്ഷത്രമാണ്. അവരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. അപ്പോൾ അതിനുവേണ്ടിയാണ് പ്രതികൂലമായ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നത്. പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങൾ, അനുഭവങ്ങളൊക്കെ വന്നു ചേർന്ന് ജീവിതത്തിൽ പരാജയങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. ഇനി വ്യാഴാഴ്ച ദിവസം ശുഭകാര്യം ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. വ്യാഴാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. വ്യാഴാഴ്ച ദിവസം രാവിലെ 6:46 മുതൽ 9:46 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കാവുന്ന ശുഭസമയമാണ്. പിന്നീട് 11:16 മുതൽ ഉച്ചകഴിഞ്ഞ് 2:16 വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ശുഭസമയമാണ്. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 23 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 5 വരും. ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഈ സംഖ്യകളൊക്കെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 5 വരുന്നു. അപ്രകാരമുള്ളവർക്ക് പ്രതികൂലമായ ദിവസമാണ്. പ്രതികൂലങ്ങളിൽ നിന്ന്
അനുകൂലത്തിലേക്ക് വന്നു ചേരുവാൻ അല്ലെങ്കിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വരാതിരിക്കുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം പറയുന്നു. ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിൻ്റെ പേരിൽ EHNX എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ഒന്ന് ചെയ്യുക. ഇനിയും അടുത്ത പ്രധാനപ്പെട്ട ഒരു വിഷയം ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ച് പറയേണ്ട വിഷയമാണ്. അതിനു മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയട്ടെ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർച്ചയായിട്ടുള്ള ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനി ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ച് പറഞ്ഞു തരാം. ധനം മനുഷ്യജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് ധനം. അല്ലെങ്കിൽ ധനമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ധനസ്ഥിതി മോശമായാൽ നമ്മുടെ ജീവിതം പുറകോട്ട് പോകും. ധനസ്ഥിതി മെച്ചമായാൽ നമ്മുടെ ജീവിതം ഉന്നതിയിലേക്ക് കടന്നു ചെല്ലും. അപ്പോൾ ധനം നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നൊരു കാര്യമാണ്, ധനനേട്ടം. അപ്പോൾ ഈ വിശാഖ നക്ഷത്രപ്രകാരം വ്യാഴാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ധനം വന്നു ചേരുവാനുള്ള സാധ്യത എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അത്തം, മകം, പുണർദം, രോഹിണി, അശ്വതി, പൂരുട്ടാതി, തിരുവോണം, മൂലം, വിശാഖം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞൊഴിക്കുക. അപ്പോൾ ഇവർക്ക് കടം മേടിക്കുവാനും ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനും തിരിച്ചു കൊടുക്കുവാനും ഒക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജീവിത വിജയം ഉണ്ടാകും. മേടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.